പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് അൽ കഹ്ഫ് സൂറത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഓതൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫ് അതിൽ വിശദീകരിച്ചിരിക്കട്ടെ അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളുടെ കഥ അത് സംബന്ധമായ കുറച്ച് വിഷയങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഥവാ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ 8 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിനെ വിശദീകരിച്ചോളൂ. അപ്പോൾ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് അതിൽ നിന്ന് ചില ആശയങ്ങൾ വിശദീകരിക്കുന്നത് മാത്രമാണ്. ഇതെല്ലാം പ്രവിശാലമായ അധ്യായങ്ങളാണ്. ഒരു മനുഷ്യൻ ഖുർആൻ എത്ര കാലം പഠിച്ചപ്പോൾ തീരാത്ത വിഷയങ്ങളുണ്ട്. എല്ലാം ഒരേ സമയത്ത് ചൊല്ലവും പലപ്പോഴും ആവുന്നു. ഈ റമദാന്റെ തുടക്കത്തിൽ കുൻ സ്വഹാബിയൻ അഥവാ സ്വഹാബിമാരുടെ സ്വഭാവങ്ങൾ സ്വീകരിക്കണോ. 1400 വർഷത്തിന് മുമ്പ് സ്വഹാബിമാർ വഫാത്തായി പോയെങ്കിലും അങ്ങനെ പറഞ്ഞ് ഖുർആൻ ചൊല്ലുന്നത് റളിയല്ലാഹു അൻഹു വറളാൻ അല്ലാഹു അങ്ങനെ തൃപ്തിപ്പെട്ട അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. ഒരു മനുഷ്യൻ ഭൂമിയിൽ വന്നത് ലക്ഷ്യവും അതാണ്. അല്ലാഹുവിനെ കണ്ടെത്തുമ്പോൾ അവന്റെ തൃപ്തി ഉണ്ടാവും. അതല്ലാത്ത ഒരു ലക്ഷ്യം ഒരു മനുഷ്യരില്ല, അത് കിട്ടില്ലാട്ടായി അവൻ പരാജയപ്പെട്ട ആളാണ്. അവൻ എത്ര വലിയ ആളായിരുന്നു സുഹൃത്തുപോയി. ഈ ലക്ഷ്യത്തിൽ കുറിക്കവിടെത്തണം. അപ്പൊ സ്വഭാവത്തപ്പോൾ കഴിഞ്ഞുപോയാൽ ഇണ്ടോ ആ സ്വഭാവികളാവില്ല എങ്കിലും അങ്ങനെ ഗുണങ്ങൾ സ്വീകരിച്ചിട്ട് അള്ളാഹുവിനെ കൊണ്ട് എത്തോളാവുള്ളൂ. പക്ഷെ ഇൽമുടെ വിഷയം വന്നപ്പോൾ ഓരോ വിഷയം അങ്ങനെ പോയിട്ട് ആ അധ്യായം തുടരായിട്ടില്ല, അത് ചൊല്ലുകയായിട്ടില്ല. അപ്പൊ ഞാൻ ചൊല്ലുന്നത് ഇൽമു വിശാലമായ അധ്യായമാണ്. വിചാരിച്ച വിഷയങ്ങൾ ചൊല്ലുകയായിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അതിനെ നമ്മൾ വിശദീകരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ അവൻ എത്ര ആയുസ്സെത്തിയും തീരാത്ത അധ്യായങ്ങളും വിഷയങ്ങളുമാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നോളുള്ളൂ. ഇൻഷാ അല്ലാഹ് അതിന്റെ സമയവും സന്ദർഭവും കിട്ടിയെങ്കിൽ വിശദീകരിക്കും. നമുക്ക് പരിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങൾ, ആശയങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫ് അത് വിശദീകരിക്കും ആശയവും. പക്ഷേ എനിക്ക് സമയം കിട്ടില്ല പബ്ലിക്കായിട്ട് എല്ലാവരും. പക്ഷെ ഒരു മഹലിലാവുമ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്, അങ്ങനെ ചൊല്ലാവൂല്ല. അപ്പൊ ഞാൻ വിശദീകരിക്കല് ചെന്നുകൊണ്ടുള്ള അതൊക്കെ വ്യത്യസ്തമായ സോഴ്സുകളുണ്ട്. 3294 ക്ലാസ് ഡെയിലി എടുക്കണമെങ്കിൽ ക്ലാസ് ഇന്ന് 3294 നമ്പറാണ്. 10 വർഷത്തിൽ പിന്നെ എല്ലാ നാളിലും ആ ക്ലാസ് എടുത്തുകൊണ്ടു. അപ്പൊ ക്ലാസ് ഇത് മാത്രമല്ല, അതുകൊണ്ട് കേട്ട് പഠിക്കണമെങ്കിൽ ആൾമാർക്ക് അതും പഠിക്കാം. 10 വർഷത്തിൽ പിന്നെ അതിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ചയാക്കി. കർമ്മശാസ്ത്രമുണ്ട്, അതുപോലെ തസവ്വുഫുണ്ട്, ഖുർആനുണ്ട്, അഖീദുണ്ട്, അതുപോലെ മഹാന്മാരുടെ സംഭവങ്ങളുണ്ട്, താരീഖുണ്ട്, എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അതെല്ലാം വിശാലമായിട്ട് അതിൽ ചർച്ചയാക്കുവാനും പഠിക്കാറുമാർ അതും ഒരു വഴിയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അസീറത്തുൻ നബവിയ്യ, ഞാനത് വാർത്ത ഒരു ക്ലാസ് എടുക്കുക 100 ജില്ലാതെ ക്ലാസ് ആയിട്ട് റമദാനിൽ എടുക്കുകയായില്ല, തിങ്കളാസനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കലാക്കി മുന്നത്തെ വിഷയങ്ങൾ തുടങ്ങിയിട്ട് വഫാത്ത് വരെയുള്ള സഞ്ചാരമാണ്. അതിപ്പോ ഞങ്ങൾ ബദറിലൂടെ മാത്രമാണ് എത്തിയിട്ടുള്ള. ഇനിയും മദീന ചാപ്റ്റർ വളരെ വിശാലമാണ്. പഠിപ്പവും വ്യത്യസ്തമായ റൂട്ടുകൾ കൊണ്ടുകൊണ്ടാണ്. ഇഫാദ ഹദീസ് ക്ലാസുകളുടെ ആപ്പുണ്ട്, അത് ആയിരക്കണക്കിന് ക്ലാസ് ഉണ്ട്. ഇതെല്ലാം അതിൽ സംഗ്രഹമാക്കി എഴുതിയിരിക്കട്ട ബോക്സും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന പഠിക്കാന്മാർ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ ഇപ്പൊ ഞാൻ അതിൽ ചെന്നുകൊണ്ടുള്ളത് ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 236 ക്ലാസ്. അതിൽ കുറെ വിഷയങ്ങൾ ചെന്നു. സൂറത്ത് യൂസുഫ് 55 ക്ലാസ് തുടക്കം മുതൽ അവസാനം വരെ വിശാലമായിട്ട് ചെന്നു. ഇനി ചെയ്യുന്ന മൂസ അലൈഹിസ്സലാമിന്റെ സംഭവം ഖുർആൻ വെച്ചിട്ട് മാത്രം തുടക്കം മുതൽ അവസാനം വരെ 100ഓളം ക്ലാസ്സിൽ അത്രയും പ്രവിശാലമാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ അധ്യായം. അപ്പൊ ഞാൻ എന്തി ചൊന്നെങ്കിൽ എല്ലാം ഓർമ്മൊക്കെ ചൊല്ലാവില്ല. അത് നമുക്ക് വേറെ പഠിക്കുന്ന വഴികളുണ്ട്. ഏതായാലും സൂറത്ത് യാസീൻ, സൂറത്തുൽ കഹ്ഫ്, സൂറത്ത് യൂസുഫ്, സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ നിർബന്ധമായി പഠിച്ചേരിയൂ. ഇന്നലെ ഞാൻ ഓതി ആയത്ത് വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി തഖല്ലു ഹാദൽ ഖുർആന മഹ്ജൂറ, സൂറത്തുൽ ഫുർഖാൻ. എൻ്റെ ഖൗം ഖുർആന്റെ കൂട്ടാരം ചെല്ലുമ്പോൾ ഖുർആൻ വിട്ടെങ്കിട്ടാൽമാർ ഓതിയ ഖുർആന്റെ കുറച്ച് വിശദീകരണം എങ്കിലും ആശയങ്ങൾ, അർത്ഥങ്ങൾ നമുക്ക് ഒത്തുവരും. അറ്റ്ലീസ്റ്റ് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ ദൈനംദിന നമ്മൾ ഓതരക്കേണ്ട ആയാത്തുകൾ, അതുപോലെ യാസീൻ, കഹ്ഫ് ഇങ്ങനത്തെ അധ്യായങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം. അതൊരു മുസ്ലിമുടെ കർത്തവ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊരൊട്ടിയെ ഞാൻ ഓർമ്മപ്പെടുത്തേ, ഈ ദഅവത്തിൽ ചെല്ലത് അഥവാ ആൾമാർക്ക് നല്ലത് ചൊന്നു കൊടുക്കുക. അതൊരിക്കലും ഉസ്താദുമാരെ മാത്രം
ಎಂದಲ್ಲ ದೌತ್ಯವಲ್ಲ, ಅಂಕು ಮಾತ್ರ ಸೀಮಿತ ಅಲ್ಲ, ಅಂಕು ಉತ್ತರವಾದಿತ್ವங்கள் ಯಾರು ಉಂಟದು വേറെ വിഷയങ്ങൾ കുറെ പഠിച്ചിരിക്കുന്നത്. ഈ ദഅവത്ത് ചെല്ലത് നല്ലത് കൊണ്ട് കൽപ്പിക്കടേ മോശമായതിനെ വിരോധിക്കടേ അതല്ലേ ദഅവത്ത്. സമൂഹത്തിൽ നടക്കണായത് അതാണ്. അത് എല്ലാവർക്കുമുള്ള ബാധ്യതയാണ്, എല്ലാവർക്കും അത് നിർബന്ധമാണ്. അത് പള്ളിയിലാണെങ്കിലും പള്ളിയുടെ പുറത്താണെങ്കിലും ഇനി ജയിലിലാണെങ്കിലും അത് നിർബന്ധമാണ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ നിൽക്കുമ്പോൾ ഈ വിഷയങ്ങൾ പരിപാടി കൊടുക്കുന്നു. അപ്പൊ ഞാൻ ചൊല്ലുന്നത് ദഅവത്ത് എല്ലാവർക്കും നിർബന്ധമാണ്. ഇപ്പൊ ഇവിടെ പള്ളിയിൽ അതുക്കുള്ള ഇന്ധനങ്ങൾ കിട്ടും. പള്ളിക്ക് ധാരാളം ആൾമാർ ഉണ്ടാകും. അവിടെ വിഷയങ്ങളെല്ലാം പഠിക്കുള്ള ആൾമാർക്ക് സോഴ്സ് കൊണ്ട് പഠിക്കാറ്. ഈ ഇന്ധനങ്ങൾ പുറത്ത് ഞാൻ പോയാണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ എന്റെ പരിസരത്ത് നാനുമായി സമ്പർക്കത്തിലുള്ള ആൾമാർ ആരെല്ലാം ഉള്ളാറ അവരെല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കൽ എന്റെ നിർബന്ധമാണ്. നാനൊരു കച്ചവട സ്ഥാപനത്തിൽ പോയാൽ മാർക്കറ്റിൽ പോയാൽ വിചാരിക്കാം, അവിടെ എന്റെ ദഅവത്ത് എന്തിനെങ്കിൽ നാനൊരു ഒറിജിനൽ മുസ്ലിം ആവണം, എന്നെ കണ്ടിട്ടങ്ങ് പഠിക്കണം, അത് നമുക്ക് കണ്ടായം. അതുപോലെ അവിടെ എന്തെങ്കിലും തമ്മാടിത്തരങ്ങൾ നടക്കുന്നുണ്ടായെങ്കിൽ അത് തിരുത്തൽ നന്റെ മേൽ കർത്തവ്യമാണ്. എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്, ദൗത്യങ്ങളുണ്ട്. അത് അവനവൻ നിർവഹിക്കണമോ. ഞാൻ എന്തി ചൊന്നെങ്കിൽ സമൂഹത്തിലുള്ള പൊതുവായ ഒരു ധാരണവും എവിടെ മാവത്തെ കള്ളു കുടിച്ചിട്ടുള്ളതാണ് വിചാരിക്കാം, അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ചിട്ടുള്ളതാണ് വിചാരിക്കാം. ഞാനത് ചിന്തത് പോവാൻ. അപ്പൊ അവിടെ അവൻ ചെല്ലുന്നെങ്കിൽ ഈ ഉസ്താദന്മാർ ഇത്ര ആൾമാരെല്ലാം ഉള്ളാറല്ല അങ്ങനെ എത്ര സ്വാറാണ്ട കേട്ടോണ്ടുള്ളു. അങ്ങനെ എവിടെമാവുള്ളേ കള്ളു കുടിച്ചവണ്ട് ഞാൻ നേരിട്ട് കണ്ടോണ്ടുള്ളേ, ഡ്രഗ്സ് അടിച്ചവണ്ട് എന്റെ മൊത്തമേ ഉള്ള ഞാൻ അവന് ദഅവത്താക്കല, ഞാൻ അവന്റെയാണ് ദൂരിയോണ്ടുള്ളേ. ഇത് തെറ്റാണ്. അവനും കർത്തവ്യമുണ്ട്, ഈ കണ്ടെങ്കിട്ട നക്കും കർത്തവ്യമുണ്ട്. നിർബന്ധമായിട്ടും അവനും അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കലേ മോശമായത് വിരോധിക്കുന്നത് എല്ലാവർക്കും നിർബന്ധമാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ദൗത്യങ്ങളെ നിർവഹണാക്കിയാറുണ്ടായെങ്കിൽ ഇസ്ലാം വലിയ സൗന്ദര്യമാണ്, ചന്തമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ആരമോ ആക്ഷേപിക്കുകയാവില്ല. എവിടെമാവട്ടെ ഏറ്റവും ആയാലും തൊട്ടു എല്ലാവരെയും ആക്ഷേപിക്കുന്നതല്ല. മദ്രസാൽമാർ എവിടെ പോയാൽ, പഠിപ്പാട്ടാൽമാർ എവിടെ പോയാൽ അല്ല, അത് നന്റെയും കർത്തവ്യമാണ്, പേരൻസിനും കർത്തവ്യമാണ്. മക്കളെ നല്ല നിലക്ക് വളർത്തി കൊണ്ടുവരാൻ പുറത്തുള്ള എല്ലാ ആൾമാരാട്ടി യാറെ വലിയ കർത്തവ്യം ആരെങ്കിലും കേട്ടെങ്കിൽ അപ്പവും മറന്നാണ്. ആ അപ്പവും അങ്ങനെ കർത്തവ്യത്തെ തൊട്ട് പുറത്തു വന്നിട്ട് ആറാം തലക്ക് എതിരാറുള്ളത് അത് ഏറ്റവും വലിയ മുസീബത്താണ്. ആറാരെ നാം ഒരിക്കലും ആക്ഷേപിക്കുകയാവില്ല. നന്റെ മേലിലുള്ള കർത്തവ്യങ്ങൾ ഞാൻ നിർവഹണമാക്കണം. അതേപോലെ അവിടെ ചെന്നെങ്കിൽ ഉംറക്ക് പോയപ്പോ നോക്കിയില്ല, ഉംറ ഗ്രൂപ്പ് കുറെ ആൾമാരെ വെച്ചപ്പോണ്ടാണ് എന്തേ തപ്പായ ഫസ്റ്റ് ഇയർ തുടങ്ങുന്നത്. എയർപോർട്ട് പോയിട്ട് വരിക, അവിടെ എമിഗ്രേഷൻ ലേറ്റായിട്ട് ഇയാൾ ലേറ്റാക്കിയല്ല, ഇയാൾക്ക് എമിഗ്രേഷൻ എന്തെങ്കിലും കൊണ്ടുണ്ടാ അങ്ങനെ ലേറ്റാക്കിയ. അപ്പൊ ഞാൻ കേട്ടത് അമീർ പറയും ഈ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ കുടുങ്ങി പോയാൽ എന്ത് എമിഗ്രേഷൻ ലേറ്റായിട്ട് നോക്കൂ. ഇങ്ങനെ പറയില്ലേ, സമൂഹം ഇങ്ങനെയാണ്. ആരാരെ പറഞ്ഞിട്ട് ഓന്റെ ദൗത്യത്തെ തൊട്ടും പിന്മാറുന്ന ഇത് തെറ്റാലോട്. എന്നിട്ട് ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടൂല, അയക്ക് ഇല്ലാത്ത പറച്ചല്ല അമീർ വെച്ചിട്ട് ഫ്ലൈറ്റ് അതിന്റെ ലേറ്റ് അവിടെ. ഈ ഫ്ലൈറ്റ് ഇയാൾ ഫ്ലൈറ്റ് വിട്ട ആളുണ്ടായെങ്കിൽ ഇയാൾ ഇങ്ങനെ ഗ്രൂപ്പ് വിളിച്ചോണ്ട് ഇത്ര പറഞ്ഞാൽ ഫ്ലൈറ്റ് വിട്ട ഇയാളതല്ല ഫ്ലൈറ്റ് ഏനെ അങ്ങനെ തെൽ പോകുമ്പോൾ ഇതായിട്ട് ലേറ്റ് ആയിട്ട് എല്ലാവർക്കും അയാളെ പറച്ചത്. ഇനി മക്കത്ത് പോയിട്ട് ടാക്സി അവന് കിട്ടില്ല, ടൈം അമീർക്കാണ് പറഞ്ഞോണ്ടുള്ളൂ. അതെന്ത് ടാക്സി കിട്ടില്ല കേട്ടോണ്ട് എല്ലാ വിഷയത്തിലും പറഞ്ഞിട്ടുള്ള ആരും കേട്ടെങ്കിൽ അമീർ ഇന്നലെ എപ്പോൾ കേൾക്കുന്നതാണ്. അപ്പൊ അമീർ ഇതിനെന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും അയാൾക്കില്ല. അതുപോലെ സമൂഹത്തെ പൊതുവായ ധാരണ എവിടെയെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നത് എന്തെങ്കിലും അവരുണ്ടായിട്ട് ഇത് ആരമോ വലിച്ചെറിഞ്ഞിട്ട് നാം ഒഴിവാവിടെ ഇത് സമല്ല. കുറെ ആൾമാർക്ക് ഉണ്ടാകും നോർത്തിൽ അങ്ങനെ ദഅവാക്കണം, അവിടെ ഇങ്ങനെ ദഅവാക്കണം, എല്ലാം കറക്റ്റാണ്. എവിടെമാവ് പോയിട്ട് ദഅവാക്കണം, ആറ് തീരുമാനം ദഅവാക്കൂ. അവൻ പോയിട്ട് 10,000 രൂപ ശമ്പളത്തിലാണ് ദഅവാക്കല്. ഉണവ് നിങ്ങൾക്ക് 50,000 ചെലവ് വേണം, ഇയാൾക്ക് കൊടുക്കുന്നത് കിട്ടുന്നത് 10,000 ശമ്പളം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് അയാൾ മാത്രമുള്ളെങ്കിൽ എത്ര കർത്തവ്യമാണ്. അല്ല, ഇവിടെ 5 ലക്ഷം ഇൻകം ഉള്ളെങ്കിൽ ആൾമാരുള്ള ഇക്കട സമൂഹത്തിൽ 50 ലക്ഷം ഇൻകമുള്ള ആൾമാരുള്ള അങ്ങനെ ഇങ്ങനെ പോയെങ്കിൽ 500 രൂപ കൊടുക്കൂടാ. കൊടുത്തിട്ടു ഇങ്ങനെ കുറെ വൃത്തി കേൾക്കണോ, കുറെ വൃത്തി ചൊല്ലാം, അങ്ങനെ ആക്കണം, നിങ്ങൾ ഇങ്ങനെ ആക്കണം, നേരിടാക്കണം. ഇയാൾക്കും കർത്തവ്യമില്ലേ? 5 ലക്ഷം ഇൻകമുള്ള ഒരാള് നോർത്ത് ദഅവത്ത് ഒരാളെ 50,000 ശമ്പളം കൊടുത്തിട്ട് ഏൽപ്പിക്കുന്നത് അയാളെ കട്ടായാണ്, അയാൾക്ക് നിർബന്ധമാണ്. ഓരോ 50,000 കൊടുക്കുക റെഡിയുള്ളതാണ്. മോൻ കൊടുക്കുന്നത് 5,000. 5 ലക്ഷത്തിന് ഇൻകം കൊണ്ടുണ്ടായെങ്കിൽ ദഅവത്തില്ലാത്ത ജാഗയിൽ പോയി കഷ്ടപ്പെടുന്നെങ്കിൽ ആൾമാർക്ക് ഇതാ നന്റെ കണക്കിൽ നിങ്ങളെ ഞാൻ കൊടുക്കൊണ്ടുള്ള 50,000 ശമ്പളം. അയാൾ വേറെ എന്തെങ്കിലും ചിന്തിക്കേണ്ട ഓരോ ഇൻകം ഉണ്ടല്ലേ, ഇത് ഞാൻ ആക്കണം. ഞാൻ കോടിക്കണക്കിൽ ഇൻവെസ്റ്റ് ആക്കിയ അതങ്ങനെ ആക്കിയ ബന്ധവും 500 രൂപ കൊടുത്തിട്ട് നിരന്തരമായി ഉദ്ദേശം നന്റെ മേലുള്ള ദഅവത്ത് ഒരിക്കലും ഒഴിവാകില്ല.
ഇത് സമൂഹം മനസ്സിലാക്കണമായിരിക്കട്ടെ സത്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചൊന്നു വന്നത് ദഅവത്ത് എല്ലാവർക്കും എവിടെയും കട്ടായമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആൻ സൂറത്തു യൂസുഫ് അതിൽ ഏറ്റവും അഹ്സനായ ഖസസ് നല്ല സംഭവമാണ് ഖുർആൻ ചൊന്നെങ്കിത്ത സൂറത്ത് യൂസുഫ്. അതിൽ ചൊല്ല് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലുണ്ട്. വദഖല മഅഹു സിജ്ന ഫതയാൻ ഖാല അഹദുഹുമാ ഇന്നി അറാനി അഅ്സിറു ഖംറ وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. സൂറത്ത് യൂസുഫ് 36-ാമത്തെ ആയത്ത്. അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിൽക്കുമ്പോൾ രണ്ടാൾമാർ വന്നാണ്. അതിൽ അങ്ക് സ്വപ്ന വ്യാഖ്യാനം കേൾക്കുവാനോ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനം ചൊല്ലാറാണ്. നത്തിക്കിനാവുന്ന நான் கல் இങ്ങനെ പീഞ്ഞിട്ട് പിടിപാട്ടുന്നത് കള്ളു പീയുടെ സംഭവം ഞാൻ കണ്ട സ്വപ്നം. പിന്നൊരാൾ ചൊല്ല് നന്റെ തലയുടെ മേലില് റൊട്ടിയെല്ലാം ഉണ്ട്, അതിൽ വന്നിട്ട് പക്ഷി തിന്നുകൊണ്ടുള്ളൂ. ഇതാണ് സ്വപ്നം. ഈ രണ്ട് സ്വപ്നം ഇതിന്റെ വ്യാഖ്യാനം നമുക്ക് ചെന്തർന്നു. എന്തേ ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നീ ഭാര്യ നല്ല ആളല്ലേ, ഇഹ്സാനുള്ള ആളല്ലേ ചൊല്ലുമ്പോ ജയിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ വരെ ഇതിക്ക് സഡൻ വ്യാഖ്യാനം ചൊല്ലതുക്ക് മുന്നുള്ള ദഅവത്താക്കരുത്. എന്താണ് ആ ദഅവത്ത്? قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. അഥവാ നിങ്ങൾക്ക് ഏത് ഭക്ഷണം വണ്ടാട്ടി മുന്നോൾ അത് വണ്ടാട്ടി മുന്നോൾ നിങ്ങൾക്ക് വ്യാഖ്യാനം ചൊല്ലു നക്കൊണ്ടുണ്ട്, വ്യാഖ്യാനം എല്ലാം നക്കൊണ്ടുണ്ട്, ഒന്നില്ലാണ്ടല്ല. ذلكما مما علمني ربي, നന്റെ റബ്ബ് നക്ക് വഴിപാടി തന്നെ എനിക്കെത്ത വിജയാണ്. ഈ വ്യാഖ്യാനത്തിന് ജവാബ് ചൊല്ലാട്ടി മുന്നോൾ വളരെ വിജയം ചൊല്ലു. ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ഞാൻ എന്താക്കിയാൻ കൊണ്ടുള്ള അല്ലാഹുവോട് വിശ്വസിക്കാത്ത ഇങ്ങനത്തെ കുറെ ആൾമാർ അവരുടെ ധർമ്മത്തെല്ലാം ഞാൻ വിട്ടൻ, അങ്ങ് ആഖിറത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഇതെല്ലാം അങ്ങ് യൂസുഫ് നബി അലൈഹിസ്സലാമോട് കേട്ടിട്ടില്ല. ഇതെന്തി ചൊന്നെങ്കിൽ ആ കിട്ടിയ ചാൻസ് മുതലെടുത്തിട്ട് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ഉള്ളത് ജയിലിന്റെ ഉള്ളിലാണ്. അവിടെയും അള്ളാഹുവിന്റെ ಬಗ್ಗೆ പരിചയപ്പെടുത്തി കൊടുത്തു. അഥവാ ഇതിൽ നിന്ന് മനസ്സിലാക്കട്ടെ, ജയിലാവട്ട് അരമനയാവട്ടെ എവിടെയും ആവട്ടെ അള്ളാഹുവിന്റെ ಬಗ್ಗೆ പരിചയ ആക്കി കൊടുക്കുന്നത് ഒരാൾക്കും വിട്ടുനിൽക്കാവാതെ കർത്തവ്യമാണ്. എന്നിട്ട് കുറെ വിഷയങ്ങൾ ലാസ്റ്റ് ഒരായത്ത്, രണ്ടായത്ത്, മൂന്നായത്ത്, നാലായത്ത് വിശദീകരിച്ചാൽ പിന്നെ അഞ്ചാമത്തെ 41-ാമത്തെ ആയത്തിലാണ് അങ്ങനെ സ്വപ്നത്തിന് വ്യാഖ്യാനം തന്നുകൊണ്ടുള്ളത്. ഞാൻ എന്റെ ബാപ്പമാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ ധർമ്മത്തെ ഞാൻ പിന്തുടർന്നുകൊണ്ടുള്ള ശിർക്കാകൃത ഒരിക്കലും നക്ക് പറ്റിയതല്ല. അധിക ആൾമാർക്കും വിഷയം ಗೊತ್ತಿಲ್ಲ. യാ സ്വാഹിബൈ സിജിൻ, ജയിലിൽ വന്നെങ്കിൽ രണ്ടാൾമാരെ വിളിച്ചിട്ട് വീണ്ടും അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഒരേ ദൈവങ്ങളെ ആരാധിക്കുന്നതാണോ നല്ലത്, അല്ല എല്ലാം നിയന്ത്രിക്കണമെങ്കിൽ റബ്ബായ ഒരുത്തരെ അല്ലാഹുവിനെ ആരാധിക്കലാണോ ഖൈർ? ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തോണ്ടുള്ളൂ. നിങ്ങൾ ആരാധിച്ചുകൊണ്ടുള്ളത് നിങ്ങളെ പേര് വെച്ചെങ്കിൽ കുറെ സൃഷ്ടികളെയാണ് ആരാധിച്ചുകൊണ്ടുള്ളത്. ഇതെല്ലാം ചൊന്നൽ പിന്നെയാണ് വ്യാഖ്യാനം ചൊന്നുകൊണ്ടുള്ളത്. നന്റെ മുന്നിൽ ഒരാൾ കിട്ടിയാണ്ടായത്, നക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായത്, സമൂഹത്ത് വ്യത്യസ്തമായ ജാഗയിൽ നടക്കണമെങ്കിൽ ആൾമാർ എവിടെ എല്ലാം നമ്മൾ പോണ്ട. ആ പോണ്ട ജാഗയിലെല്ലാം ഈ ദഅവത്ത് ചൊല്ലത് ഞങ്ങളെ തലൽ പുറത്തോട്ട് നമ്മൾ പോണു. അത് ആലിമാവട്ടെ, അല്ലാത്ത ആളാവട്ടെ, പണക്കാരനാവട്ടെ, പണിക്കാരനാവട്ടെ, എല്ലാവർക്കും ഇത് വാജിബാണ്, കർത്തവ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീൻ എത്തിവാക്കി കൊടുക്കൽ നിർബന്ധമാണ്.